ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവരും സുഖമായിരിക്കട്ടെ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു വെർമസെല്ലി ആയിട്ടുമാണ്. ഞാനിവിടെ ഒരു കപ്പ് 250 ml ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മധുരം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 50-60 ഗ്രാമത്തോളം ബട്ടർ. നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ അനുസരിച്ച് നിങ്ങൾ ബട്ടർ എടുക്കണം. എത്രയാണ് നിങ്ങൾ കൂടുതൽ എടുക്കണമെങ്കിൽ അത് ബട്ടർ കൂട്ടി കൊടുക്കണം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 5 ടീസ്പൂൺ കാസ്റ്റർഡ് പൗഡറാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നാണ് 5 ടീസ്പൂൺ ഞാനിവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു നുള്ള് കുങ്കുമപ്പൂവും 1/2 ടീസ്പൂൺ വാനില പൗഡറുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പാലാണ്. പാല് 1 ലിറ്ററിൽ കൂടുതൽ ഞാൻ യൂസ് ചെയ്യും. അപ്പം അതിന് നിങ്ങൾ എത്രയാണ് യൂസ് ചെയ്യണം അതനുസരിച്ച് നിങ്ങൾ പാല് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ചെമ്പ് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഈ ചെമ്പൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ കരിയാതിരിക്കാൻ എപ്പോഴും ഒരു തുള്ളി എണ്ണ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ബട്ടർ കരിയും. അപ്പോൾ സ്വീറ്റൊന്നും കൊള്ളാതെ വരും. അതുകൊണ്ടാണ് ഒരു തുള്ളി എണ്ണ ഒഴിച്ച് കൊടുക്കാൻ പറയുന്നത്. അപ്പം നമുക്ക് ഈ ബട്ടർ അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നോക്കിക്കേ, ബട്ടർ ആഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വെർമസെല്ലി പൊട്ടിച്ച് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ലിറ്ററിൽ കൂടുതൽ പാലിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് കുറച്ച് വെർമസെല്ലി അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആ വെർമസെല്ലി ഞാൻ പൊട്ടിച്ച് അതിലോട്ട് കുറച്ച് മതി, ഒരു കപ്പിന് മതി. വെർമസെല്ലി ഞാൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കളറാക്കി എടുക്കണം. ഒരു ഓവർ കളറാക്കല്, ഒരു ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കാം നമുക്കിത്. നോക്കിക്കാണി, വെർമസെല്ലി ഇവിടെ കളറായി വരുന്നുണ്ട്. കളറായി കിട്ടിയിട്ടുണ്ട്. അത് നോക്കി ഇതേ കളറാക്കി എടുക്കണം നിങ്ങൾ. ഇത് നോക്കിക്കേ, കളറ് കണ്ടല്ലോ. ഇതുപോലെ വെർമസെല്ലി കളറാക്കി എടുക്കണം. നോക്കിക്കാണി, വെർമസെല്ലി നല്ല കളറായി കിട്ടിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാല് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതാ ബിസ്മില്ല, 1 ലിറ്റർ പാലിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പാലൊന്ന് ചൂടായി വരട്ടെ. ഇതാ ഇവിടെ ഞാൻ ഇത് കണ്ടല്ലോ, വെർമസെല്ലി ഇട്ട് പാലും ഒഴിച്ച്. ഇനി നമുക്ക് നമ്മളെ കസ്റ്റാർഡ് കുറച്ച് പാലൊഴിച്ചിട്ട് അതിലോട്ട് കലക്കി അതിലോട്ട് ഒഴിക്കണം. പാല് വീത്തി വേണം കലക്കി ഒഴിക്കാനായിട്ട്. കാസ്റ്റാർഡ് ഞാൻ ഇവിടെ പാലൊഴിച്ച് കലക്കി എടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമുക്ക് അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. നിങ്ങൾ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. നമുക്കിത് ഇളക്കി കൊടുക്കുകയാണ്. ഞാൻ നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നോക്കിക്കാണി. ഇനി അടുത്തത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ദണ്ട ഒരു നുള്ള് കുങ്കുമപ്പൂവും പിന്നെ 1/2 ടീസ്പൂൺ വാനില പൗഡറും കൂടിയാണ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബിസ്മില്ല. ഇനി അടുത്തത് നമുക്ക് ഇതിൽ ചേർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ പഞ്ചസാരയാണ്. പഞ്ചസാര നിങ്ങളെ മധുരം അനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കണം. ഞാനിത് ഒരു 250 ഒരു കപ്പിനാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് മധുരം പോരാതെ വന്നാൽ ഞാൻ കോണ്ടൻസ് മിൽക്ക് ചേർക്കും, അല്ലെങ്കിൽ പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കും. പക്ഷേ ഇതിൽ കോണ്ടൻസ് മിൽക്കും കൂടെ, മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ, അതും ഇതിൽ ചേർക്കാം. അത് നല്ല ടേസ്റ്റാണ്. ഇപ്പം ഞാൻ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ഒന്ന് കുറുവി വന്നോട്ടെ. ഒരുപാട് കുറുവണ്ട, ഒരു പരുവത്തിന് കുറുക്കി എടുക്കണം. ഇതാ ഇവിടെ നോക്കിക്കേ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ ഓവർ കുറുവി പോവരുത്, ഇതേ സൈസിന് ഇരിക്കണം. ഇത് തണുക്കുമ്പോൾ നല്ല കട്ടിയാവും. അതുകൊണ്ട് ഇതേ ലൂസിന് വേണം നിങ്ങൾ എടുക്കാൻ. നിങ്ങൾ കണ്ടല്ലോ, ഇത് കണ്ട നോക്കി, ഇതേപോലെ ലൂസിന് വേണം നിങ്ങൾ ഓഫാക്കാൻ തീ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിത് തണുക്കുമ്പോഴത്തേക്ക് കുറച്ച് കട്ടി കൂടി പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൂസാക്കിയിട്ട് വേണം ഇത് തണുപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കാൻ. ഇത് തണുത്തതിന് ശേഷം ഇതിനകത്ത് പഴവർഗ്ഗങ്ങളെല്ലാം കൂടെ, മുന്തിരി, മാൻസീഡ്, എല്ലാ ഫ്രൂട്ട്സ് എല്ലാം കൂടെ കട്ട് ചെയ്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കണക്കാക്കി വേണം നിങ്ങൾ ഇത് കാച്ചിയെടുക്കാനായിട്ട്. കണ്ടല്ലോ നിങ്ങൾ, ഇതേ പരുവത്തിന് വേണം എടുക്കാൻ. ഞാൻ തീ ഓഫാക്കുന്നു. നമ്മളുണ്ടാക്കിയ കാസ്റ്റാർഡ് സ്വീറ്റ് ഇവിടെ കൂളായി കിട്ടിയിട്ടുണ്ട്. ഇതാ നോക്കിക്കേ, കണ്ടോ. ഇത് നമുക്കൊരു ബോളിലോട്ട് മാറ്റി കൊടുക്കാം.
ഇതാ ഇതേമാതിരി ഞാൻ ഒരു ബോളെടുത്ത് അതിനകത്തോട്ടൊന്ന് മാറ്റി കൊടുക്കാം. കണ്ടല്ലോ, ഇതാണ് അതിൻ്റെ പരുവം. ബോളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതാ നോക്കിക്കേ, ഒരു ബോളിലോട്ട് മാറ്റി. ഇനി അടുത്തത് അതിൽ കട്ട് ചെയ്ത ഫ്രൂട്ടാണ് പറയാൻ പോകുന്നത്. നോക്കിക്കാണി, മുന്തിരിങ്ങ ഞാൻ എടുത്ത് വലിയ മുന്തിരിങ്ങ 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തേണ്. ഒരു 5-6 ചെറി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ബനാന എടുത്ത് ഇതേമാതിരി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മാങ്ങ എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് മാതളത്തിൻ്റെ സീഡ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കണ്ടല്ലോ നിങ്ങൾ, അലമൻഡ് കട്ട് ചെയ്തതാണ്, ഇതേമാതിരി കട്ട് ചെയ്തത്. പിന്നെ കുറച്ച് പിസ്താശു കട്ട് ചെയ്തത്. ഇത് കണ്ടല്ലോ നിങ്ങൾ. നമുക്ക് ഇതിനകത്തോട്ട് എല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ നോക്കിക്കേ, ഈ പഴങ്ങളെല്ലാം കൂടി ഇതിനകത്തോട്ട് ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ നോക്കിക്കേ, എല്ലാം ഞാൻ ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് മതി, കുറച്ചൊരു 3 ടീസ്പൂൺ വേണ്ടി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതങ്ങോട്ട് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ, ഇതാ മക്കളെ, ഇത് പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടോ. അത്രയും വാവ്, അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. എല്ലാവരും വേഗം ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. ഇത് അതിൻ്റെ മൊഞ്ചും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടു നോക്കിക്കാണി എങ്ങനെ ഉണ്ടെന്നുള്ളത്. കഴിക്കാൻ എന്താ ഇതുപോലെ ഇരിക്കണം. അതാ നോക്കിക്കാണി, കണ്ടല്ലോ. ഇത് അമ്മക്ക് ഒരേ ബോള് അമ്മക്ക് ആവശ്യമുള്ളവർക്ക് എടുത്ത് കഴിക്കാം. ഇതാ നോക്കിക്കാണി. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാനൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.